നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. 2025 മീനമാസത്തിൽ മിഥുനൻ രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം. ഇടവത്തിൽ ഗുരു, മിഥുനത്തിൽ ചൊവ്വ. ഏപ്രിൽ 3 ചൊവ്വ കർക്കിടകത്തിലേക്ക് രാശി മാറും. കന്നിയിൽ സിഹി, കുംഭത്തിൽ ശനി. മാർച്ച് 29 ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കും. മീനത്തിൽ രവി, ബുധൻ, ശുക്രൻ, സർപ്പൻ എന്നീ ഗ്രഹങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാനിവിടെ ഫലം പറയാൻ പോകുന്നത്. മകയിരമര, തിരുവാതിര, പുണർതം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി. മിഥുനൻ രാശിയുടെ 3ാം ഭാവാധിപനായ സൂര്യൻ മീനമാസത്തിൽ 10ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 10ൽ സഞ്ചരിക്കുന്ന സൂര്യൻ കർമ്മരംഗത്ത് ഉയർച്ചയും അധികാര സ്ഥാനങ്ങളും നൽകും. ആഗ്രഹ സാഫല്യമുണ്ടാകും. ആരോഗ്യം പുഷ്ടിപ്പെടും. കുടുംബക്കാരുമായി സ്നേഹവാത്സല്യങ്ങൾ പങ്കിടാൻ കഴിയും. തൊഴിൽ സ്ഥലത്തെ അധികാരികളുടെ പ്രശംസ ലഭിക്കും. വരുമാനം വർദ്ധിക്കും. 1 മാസത്തേക്ക് സൂര്യൻ മേൽപ്പറഞ്ഞ അനുകൂല ഫലങ്ങളായിരിക്കും മിഥുനൻ രാശിക്കാർക്ക് നൽകുക. 10ാം ഭാവാധിപനായ ഗുരു 12ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 10ഉം 12ഉം ഭാവാധിപന്മാരായ ഗുരുവും ശുക്രനും പരിവർത്തന യോഗം ചെയ്താണ് 12ൽ നിൽക്കുന്നത്. ഇത് ഗുണഫലങ്ങൾ കൂട്ടും. വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കാനുള്ള അവസരമാണ്. നല്ല കാര്യങ്ങൾക്ക് ചിലവുകൾ നടത്തേണ്ടി വരും. വിവാഹത്തിനും വീട് പണിക്കും കുട്ടികളുടെ പഠനത്തിനുമായിരിക്കും പണം ചിലവാകുന്നത്. 7ാം ഭാവാധിപൻ കൂടിയാണ് ഗുരു. ബിസിനസ്സുകാർക്ക് നല്ല സമയമാണ്. വലിയ ബിസിനസ്സുകളിൽ പണം ചിലവാക്കേണ്ടി വരും. ദമ്പതികൾക്ക് സമയം മോശമല്ല. 5ാം ഭാവാധിപനായ ശുക്രൻ ഉച്ചസ്ഥനായി 10ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇത് വിദ്യാർത്ഥികൾക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ്. ക്യാമ്പസ് ഇൻ്റർവ്യൂകളിൽ കുട്ടികൾക്ക് വൻ വിജയമുണ്ടാകും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് സുവർണാവസരമാണെന്ന് വേണമെങ്കിൽ പറയാം. പ്രണയിക്കുന്നവർക്ക് ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുക. ചൊവ്വ ജന്മത്തിലും 2ാം ഭാവത്തിലുമായിട്ടാണ് മീനമാസത്തിൽ സഞ്ചരിക്കുന്നത്. ചൊവ്വ ജന്മത്തിൽ സഞ്ചരിക്കുന്ന സമയം വീട്ടുകാരുമായ അഭിപ്രായ വ്യത്യാസങ്ങളും ദുർജനങ്ങളുടെ ഉപദ്രവവും ബന്ധുവിരഹവും ഉണ്ടാകാം. ശരീരത്തിൽ മുറിവ്, ചതവ് എന്നിവയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആയുധങ്ങൾ ഉപയോഗിക്കുന്നവർ സൂക്ഷിക്കണം. വാഹനം സൂക്ഷിച്ചോടിക്കുക. ഏപ്രിൽ 3 2ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ചൊവ്വ നല്ല ഫലങ്ങളല്ല തരുന്നത്. സർക്കാരിൽ നിന്ന് പ്രതികൂല അനുഭവങ്ങളും ധനനഷ്ടങ്ങളും കാര്യപരാജയവും മനക്ലേശങ്ങളുമാണ് നൽകുന്നത്. 4ലെ ശിഹി ശത്രുത്വവും ദുഃഖവുമാണ് നൽകുന്നത്. 2.5 വർഷമായി 9ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശനി ദൈവാധീനവും ഗുരുപ്രീതിയും പിതൃപ്രീതിയും നൽകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യങ്ങൾക്ക് തടസ്സവും ഉണ്ടാക്കിയിരുന്നു. 2025 മാർച്ച് 29 ശനി നിങ്ങളുടെ 10ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. കണ്ടകശനി ആരംഭിക്കുന്നു. 2.5 വർഷമായിരിക്കും കണ്ടകശനി. കർമ്മരംഗത്തെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ചെയ്യണം. അധികാരികളോടും സഹപ്രവർത്തകരോടും രമ്യതയിൽ പെരുമാറണം. മാനഹാനി ഉണ്ടാകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കരുത്. നിത്യതൊഴിലുകൾ ചെയ്യുന്നവർ ശ്രദ്ധയോടെ തൊഴിൽ സ്ഥലത്ത് പിടിച്ചു നിൽക്കണം. ഇപ്പോൾ 10ാം ഭാവത്തിൽ ശുക്രൻ, ബുധൻ, രാഹു എന്നീ ഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. ശുക്രൻ്റെ 10ാം ഭാവം പ്രതികൂല ഭാവമാണ്. എന്നാൽ ഉച്ചസ്ഥനായ ശുക്രൻ വിപരീത ഫലങ്ങളാണ് നൽകുന്നത്. 10ലെ ശുക്രൻ തൊഴിൽ രംഗത്തെ അംഗീകാരങ്ങളും പ്രൊമോഷനുകളും സഹപ്രവർത്തകരുടെ സഹകരണവും നൽകും. 10ലെ ബുധൻ രവിയോട് യോഗം ചെയ്ത് നിഗുണയോഗത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കൂടാതെ നീചഭംഗവുമുണ്ട്. ഇത് പുതിയ സ്ഥാനമാനങ്ങളും തൊഴിലിൽ ഉയർച്ചയും വരുമാനവുമാണ് നൽകുന്നത്. 10ലെ സർപ്പൻ ചിലവുകളെ സൂചിപ്പിക്കുന്നു. ചൊവ്വയും ശിഹിയും സർപ്പനും ശനിയും ഭാഗികമായി ഗുരുവും പ്രതികൂലതയാണ് നൽകുന്നത്. ദോഷപരിഹാരങ്ങൾക്കായി നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനമാണ് ഉത്തമം. എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും. എല്ലാവർക്കും വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.